അങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് നമ്മുടെ ഇടുക്കിയിലെത്തി. ഹലോ മൈ ഡിയർ സുഹൃത്തുക്കളെ, ഞാൻ ജോബി വിധേയത്തിലാണ്. നമ്മളിപ്പോൾ പാറത്തോട്ടിൽ കേട്ടോ. നമ്മൾ ഇടുക്കിക്കാർ പൊതുവെ കപ്പ പ്രേമികളാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഇടുക്കിക്കാർക്ക് പോലും പൊതുവെ അറിയത്തില്ലാത്ത ഒരു ഇനം കപ്പേനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ആ കപ്പയുടെ പേര്, ആ ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ കപ്പ എന്ന് പറയും. അതാണ് എൻ്റെ പുറകിലായിട്ട് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആഫ്രിക്കൻ കപ്പ എങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് നമ്മുടെ ഇടുക്കിയിലെത്തി? ഇടുക്കിയിലെത്തിച്ച് പറഞ്ഞാൽ മരുമോന്റെ ഒരു സുഹൃത്ത് ഒരു 2 കഷ്ണം കൊണ്ട് തന്നതാ. 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്റെ കിട്ടിയത്. ഇത്രയുള്ള ഒരു കുഞ്ഞു കമ്പാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ ഒടിച്ച് നാലാക്കി വെച്ച് കഴിഞ്ഞ പ്രാവശ്യം 75 മൂടിട്ടു. അതില് 700 പേർക്ക് അയച്ചു കൊടുത്തു. ഈ പ്രാവശ്യം 375 പേർക്ക് അയച്ചു കൊടുത്തു. ഇപ്പം ആൾക്കാർ വിളിച്ചോണ്ട് കുറെ ഓർഡർ ഉണ്ട്. എല്ലാ ആഴ്ചയും 40 പേർക്ക് 40 ഈ കപ്പയ്ക്ക് ടേസ്റ്റ് ഒക്കെ നമ്മുടെ ഇടുക്കിയിലെ നാടൻ കപ്പകളുണ്ടല്ലോ, അത് ഇതുമായിട്ട് നോക്കുമ്പോൾ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെ വേവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വേവിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്കറിലൊന്നും വെക്കാൻ പാടില്ല. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും കപ്പ നല്ലപോലെ വേകും. നല്ല രുചിയാണ് കഴിക്കാൻ. മറ്റുള്ള കപ്പേനേക്കാളും നല്ല രുചിയാണ്. പക്ഷെ മൂട് ചെറുതാണേലും നല്ല വിളവാണ് അതിന്. 10-18 കിലോ 20 കിലോ ഒക്കെ ഉണ്ട് ഒരു മൂടില്.